പഴയകാല സൂപ്പർ സ്റ്റാർ ശങ്കർ അദ്ദേഹം ഒരു മാന്യനാണ്. മാന്യൻ തന്നെയല്ല, നല്ല മനുഷ്യനാണ്. ഇപ്പോൾ വിഷയം അതൊന്നല്ല. ഈ ശങ്കറിനെയും അതുപോലെ തന്നെ കലാഭവൻ സരികേനെയും കുറിച്ചുള്ള ഒരു വലിയൊരു ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലാഭവൻ മണിയുടെ ഈ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് ഒരു അവാർഡ് ദാന ചടങ്ങുണ്ടായിരുന്നു. ആ അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യാതിഥി ശങ്കറായിരുന്നു, വിനയൻ സാറുണ്ടായിരുന്നു. അങ്ങനെ കലാഭവൻ സരികയ്ക്ക് അവാർഡ് കൊടുത്തത് ശങ്കറാണ്. ശങ്കർ അവാർഡ് കൊടുത്തോട് കൂടിയിട്ട് കലാഭവൻ സരിക ഷേഖന് കൈനീട്ടി. അപ്പോൾ ശങ്കർ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴുതു. അപ്പോൾ സരിക എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് തൊട്ട് വന്നിച്ച് അവാർഡ് മേടിച്ച് പോയി. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കറിൻ്റെ സ്വഭാവം ശരിയല്ല, ശങ്കറിന് എന്താ ഷേഖൻ്റെ കൊടുത്താൽ ശങ്കർ ചെയ്ത് ശരിയല്ല, ശങ്കർ അഹങ്കാരിയാണ്, ശങ്കറിൻ്റെ വലിയൊരു തണ്ടണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹളങ്ങൾ നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യൻ കൾച്ചറിലുള്ളതല്ല സ്ത്രീകൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തീരെയും കൊടുക്കാൻ പാടില്ല. കലാഭവൻ സരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലൊക്കെ പോയി നമ്മൾ കണ്ടതാണ്. അവിടുത്തെ കുത്തിത്തിരിപ്പും തിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടതാണ് സരിക കാണിച്ചത്. അപ്പോൾ സരികനെ കുറിച്ചിട്ട് നമുക്ക് നല്ല കലാകാരിയാണ്, ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും ശങ്കറിന് കൈ കൊടുക്കുന്നത് ഇഷ്ടമല്ല. എന്തു ചെയ്യാൻ പറ്റും? ശങ്കർ ഏറ്റവും മാന്യമായിട്ടാണ് തൊഴുതത്. അതാണ് ഏറ്റവും വലിയൊരു ഒരു കേരള സ്ത്രീകൾ ഒരിക്കലും ഒരു ആണിന് കയറി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല. അവർ മാന്യമായിട്ട് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തൊഴുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ശങ്കറിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ താല്പര്യമില്ല. അദ്ദേഹം ഒരു മാന്യനാണ്. അദ്ദേഹം തൊഴുതല്ലോ, അതുപോലെ തന്നെ കാല് തൊട്ട് വന്നിച്ചല്ലോ. അപ്പോൾ അതൊക്കെയല്ലേ ഏറ്റവും വലിയ ഗുരുത്വം എന്ന് പറയണത്. അപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടും ഇനിയിപ്പോൾ സരികയ്ക്ക് ഷേക്ക് ഹാൻഡ് കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സരികയ്ക്കും വിഷമമില്ല, ശങ്കറിനും വിഷമമില്ല. കാണുന്ന നിങ്ങളുടെ കണ്ണിലാണ് കുരു, നിങ്ങളുടെ കണ്ണിലാണ് മത്തക്കുരു എന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കലാകാരികളും കലാകാരന്മാരാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കണത് ഇഷ്ടമാണെന്ന് വെച്ചാൽ കൈ കൊടുക്കട്ടെ, തൊഴാൻ ഇഷ്ടമാണെങ്കിൽ തൊഴാട്ടെ. ഇത്രയല്ല നമുക്ക് പറയാനുള്ള. ഒരിക്കലും ശങ്കർ എന്ന് പറഞ്ഞൊരു നടനെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. അദ്ദേഹം ഇപ്പോൾ ഒരു പടം സംവിധാനം ചെയ്തു, അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം ഉണ്ട്. പോലെ പല ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു മാന്യനെ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കരുത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സിനിമാ നടന്മാരിൽ വെച്ചിട്ട് ഒട്ടും അഹങ്കാരമില്ലാത്ത നല്ല മനുഷ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശങ്കർ. പാവ ശങ്കർ മോഹൻലാലിൻ്റെ ഒപ്പം എത്തേണ്ട ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ കാലക്കേട് കൊണ്ട്